എന്തു പറ്റി കൗതി? നീ എന്താ അവിടെ വന്നിരിക്കുന്നത്? അതും തലയ്ക്ക് കൈ കൊടുത്തിട്ട്. തലവേദനയാ അക്കുച്ചേട്ടാ. ആണോ? ഞാൻ പോയി മരുന്നെടുത്തോണ്ട് വരാം. അക്കുച്ചേട്ടാ വേണ്ട, കുറച്ചേരം റെസ്റ്റ് എടുത്ത് മാറും. ചാരു ചേച്ചി വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഇല്ല മോളെ, തലവേദന കാരണം ഞാനൊന്നും ഉണ്ടാക്കിയില്ല. അശോക ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് റെസ്റ്റേക്ക് അത് കഴിക്കേ. അയ്യേ, അശ്വതി ചേച്ചി ഉണ്ടാക്കിയോ? എനിക്കെങ്ങും വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അങ്ങനെ പറയല്ലേ അക്കുച്ചേട്ടാ, നമ്മുടെ അശോക ചേച്ചിയല്ലേ. അശ്വതി ചേച്ചി നീയല്ലേ പറയുന്നത്? അവളുടെ ഇപ്പോഴത്തെ രീതിയും പെരുമാറ്റമൊന്നും ശരിയല്ല. ചേട്ടൻ പറഞ്ഞത് ശരിയാ. അങ്ങനെയൊന്നും പറയല്ലേ, അശോക ചേച്ചി ഒരു പാവാ. നമ്മളെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ അത്രേ ഉള്ളൂ. ഇന്നൊരു ദിവസം രണ്ടുപേരും അശോക ചേച്ചി ഉണ്ടാക്കിയത് കഴിക്കേ. ഞാനും കഴിക്കേണ്ടി വരുമോ? ചാരു എന്താ പറഞ്ഞേ? അച്ചുക്കുട്ടി ഉണ്ടാക്കിയത് കഴിക്കാനോ? അപ്പൊ ചാരു ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഭയങ്കര തലവേദന. നല്ല വിശപ്പുള്ള സമയത്ത് തന്നെ തലവേദന വരണം. എന്റെ ഭാര്യ ഉണ്ടാക്കിയത് കഴിച്ച് വയറ് കേടാകുന്നതിലും ഭേദം പട്ടിണി കിടക്കുന്നതാ. അത് പോയിന്റ്. രമേശ് ചേട്ടനെ പട്ടിണി കിടന്നു. അപ്പം ഞാൻ പറഞ്ഞത് കേട്ടു അല്ലേ? ഞാനേ ഒരു തോർത്ത് വാങ്ങിച്ചോണ്ട് തരാം. അത് വയറ്റത്ത് മുറുക്ക കെട്ടിക്കോ, അപ്പൊ വിശക്കില്ല. ചൂടാവാതെ എന്റെ അച്ചുക്കുട്ടി, നീ നന്നായിട്ട് പാചകം ചെയ്തിരുന്നെങ്കിൽ ഞാനത് പറയില്ലായിരുന്നല്ലോ. നീ ഉണ്ടാക്കുന്നത് വായിൽ വെക്കാൻ കൊള്ളത്തില്ലല്ലോ. അതിന് ഞാനെന്ത് ചെയ്യാനാ? ഞാൻ നന്നായിട്ട് തന്നെയാ ഉണ്ടാക്കുന്നേ. ചിലരുടെ കണ്ണീർ തട്ടിയാ ഇങ്ങനെയായി പോകുന്നേ. അതെന്റെ കുഴപ്പമല്ലല്ലോ. നീയല്ലേ ഇവളെ പൊക്കി പറഞ്ഞോണ്ടിരുന്നത്? ഇപ്പൊ കേട്ടല്ലോ അല്ലേ? രമേശ് ചേട്ടാ, കഴിക്കാൻ വരുന്നുണ്ടോ ഇല്ലയോ? എന്നെ വിട്ടേക്ക് അച്ചുക്കുട്ടി, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ജീവിതത്തിൽ ചില റിസ്ക് ഒക്കെ എടുക്കേണ്ടി വരും. അത് പക്ഷെ സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ടാവരുതല്ലോ. കുഴപ്പമായോ? അശ്വതിയുടെ പാചകം അത്രയ്ക്ക് മോശമൊന്നുമല്ല. ഒരു ദിവസം കഴിച്ചു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ചെന്ന് കഴിക്കടാ. അമ്മാവ, ചാരു ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അമ്മ അവൻ അച്ചുക്കുട്ടി ഉണ്ടാക്കി തന്നെ കഴിക്കേണ്ടി വരും. എന്തു പറ്റി ചാരുമോളെ? നീ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല ബാലമാമേ, രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ തലവേദന. അശോക ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ, പെട്ടെന്ന് ഇപ്പൊ എന്താ ഒരു തലവേദന? അതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും വേണോ അച്ഛാ? തലവേദനയല്ലേ, വരും പോവും. അച്ഛൻ ചെന്ന് കഴിക്കേ. അതെ ബാലമാമേ, ചെന്ന് കഴിക്കേ. മോള് മരുന്ന് കഴിച്ച് കിടന്നോ? ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ എല്ലാം മാറും. അശ്വതി, കഴിക്കാനെടുത്ത് വെക്കേ. ശരി അച്ഛൻ. അക്കുച്ചേട്ടനും പോയി കഴിക്കേ. ആകാശേ, വാ വന്ന് കഴിക്കേ. ശരി അച്ഛാ. എവിടെ എവിടെ? വാ 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 വാ, ഇരിക്ക്. വാ ഇങ്ങോട്ട്. വിട്, വാ. വിടലിയ. അങ്ങോട്ട് അങ്ങോട്ട്. എന്ത് രമേശടാ? അവിടെ ഇരിക്കും. അങ്ങനെ ഇനി അച്ചുണ്ടാക്കിയത് കഴിക്കേണ്ടി വരുമല്ലോ. ചാരു ചേച്ചി കഴിക്കുന്നില്ലേ? വാ. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം, മോള് കഴിക്കേ. നീ എന്തായി കാണിക്കുന്നേ? നീ അരവിന്ദിന്റെ ഹേമയുടെയും കൂടെ വീട്ടിലേക്ക് പോകുന്നില്ലേ? ഇല്ല മമ്മി,
എന്റെ കല്യാണ ജീവിതത്തിൽ വിള്ളൽ വീണു. ഇനിയത് നേരെയാക്കാൻ പറ്റില്ല. ഒളിച്ചു കളയാന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഞാനതാ ചെയ്യാൻ പോകുന്നത്.